ചേട്ടാ ഇതിൻ്റെ ഇത് വേറെ ഉള്ളത് നിങ്ങൾ നോക്കിയാ അല്ലേ? ഇതുണ്ടോ ഒരു വണ്ടി മാത്രം, ഇത് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? എന്താ ആറളം കാർഷിക ഫാമിൽ തമ്പടിച്ച് കിടക്കുന്ന കാട്ടാനകൾ ഒരു ദിവസം തിന്നു തീർക്കുന്നത് 100 മുതൽ 300 കിലോ വരെ കശുവണ്ടി. ഇതോടെ ഇവിടുത്തെ ഏക്കർ കണക്കിനുള്ള കശുവണ്ടി തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തവർ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള കശുവണ്ടി വിളയുന്ന തോട്ടങ്ങളാണ് ആറളം ഫാമിലേത്. എന്നാൽ ഇവിടുത്തെ കശുവണ്ടി തോട്ടങ്ങളിൽ തമ്പടിച്ച് കിടക്കുന്ന കാട്ടാനകൾ ഇവിടങ്ങളിൽ കശുവണ്ടി ശേഖരിക്കുന്ന തൊഴിലാളികൾക്ക് വൻ ഭീഷണി തീർക്കുന്നതോടൊപ്പം തോട്ടങ്ങളിൽ വൻ നാശം വിതയ്ക്കുകയാണ്. കൂടാതെ ഒരു ദിവസം ആനകൾ തിന്നു തീർക്കുന്ന 100 മുതൽ 300 കിലോ വരെ കശുവണ്ടികളാണെന്ന് ഇവ പാട്ടത്തിനെടുത്തവരിൽ ഒരാളായ സാദത്ത് പറയുന്നു. കശുവണ്ടി വാട്ടെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാന തിന്നുന്ന ഒരു 200 കിലോ 300 കിലോ വണ്ടി ഡെയിലി തിന്നുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇതിപ്പോൾ റോഡിൽ ഇത് ഉള്ളിലോട്ടെല്ലാം കാണണം, ആന നിരന്നിട്ടുണ്ട്. ഇവരോട് പറയുമ്പോൾ ഇവർക്കൊരു തമാശ പോലെ. അവർ ഫോറസ്റ്റുകാർ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട്. എന്തിന് റോഡിൽ വന്നിരിക്കും? റോഡിൽ ആന വരുമോ? വരുന്നുണ്ട്, ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ എല്ലാ സമയത്തും വരുന്നുണ്ട്. അവർ ഇതൊന്നുമല്ല. പക്ഷേ അവർക്ക് ആനയെ ഓടിക്കേണ്ട, ആന ഇവിടെ നിന്നാൽ മതി. ആനക്ക് തീറ്റ ഇവിടെയുണ്ട്, കശുവണ്ടിയുണ്ട്. കശുവണ്ടി ചെയ്യുമ്പോൾ തെങ്ങ് പറിക്കും, തെങ്ങ് ചെയ്യുമ്പോൾ കാങ്ങ് പറിക്കും. അവങ്ങളെല്ലാം തീർന്നു. ഇനി ഓരോ കൃഷികളും ഈ ഫാം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം ഇവരനാസ്ഥയാണ്. ഇതിപ്പം തന്നെ കാണുമ്പോൾ നമുക്കിതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരോടും പറഞ്ഞു, അധികാരിയോടെല്ലാം പറഞ്ഞു, നമുക്ക് ഒരു വിധത്തിലും വയക്കിയ പൈസ പോലും, കാട് തെളിച്ച പൈസ പോലും കിട്ടാത്തൊരവസ്ഥയുള്ളത്. കാട് തെളിച്ച പൈസ കിട്ടണ്ട, അതുപോലും കിട്ടാത്ത അവസ്ഥയുള്ളത്. ഒരുപാട് പ്രാവശ്യം ഒരുപാട് സ്ഥലത്ത് പരാതി പറഞ്ഞു. എല്ലായിടത്തും ഫാമിലും പറഞ്ഞു, ഫോറസ്റ്റുകാരോടും പറഞ്ഞു, എല്ലാവരോടും ആരോട് പറഞ്ഞിട്ട് ഒരു ഇതില്ലാന്ന്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ശരിക്കും അധികാരികൾ ഇത് ശരിക്കും കണ്ടിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ ചെയ്തു തരണ്ടാന്ന്. ആനകൾ തമ്പടിച്ച് കിടക്കുന്ന മേഖലയിൽ കാണുന്ന ആനകളുടെ വിസർജ്യമായ ആനപ്പിണ്ടികൾ ഇതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. ഓരോ ആനപ്പിണ്ടിയിലും 2 മുതൽ 3 കിലോ വരെ കശുവണ്ടിയാണ് കാണപ്പെടുന്നത്. തുമ്പിക്കൈ കൊണ്ട് മരങ്ങൾ കുലുക്കി വീഴ്ത്തുന്ന ആനകൾ കശുമാങ്ങയോടൊപ്പം കശുവണ്ടിയും വയറ്റിനകത്താക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം കശുമാവുകൾ കുത്തിവീഴ്ത്തിയും കൊമ്പുകൾ അടർത്തിയിട്ടും മരത്തിൻ്റെ തൊലി ഭക്ഷിച്ചും വലിയ നാശനഷ്ടമാണ് ആനകൾ ഉണ്ടാക്കുന്നത്. ആനകളിൽ നിന്നും കാർഷിക ഫാമിനെ രക്ഷിക്കാനായി പുതുതായി വന്ന അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ നിതീഷ് കുമാർ ഫാമിന് ചുറ്റും സോളാർ തൂക്കുവേലികളടക്കം നിർമ്മിച്ച് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ആനകളെ പൂർണ്ണമായും തുരത്താനാവാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ആനകളെ തുരത്തി പലപ്പോഴും കാട് കയറ്റുന്നുണ്ടെങ്കിലും ഇവ വീണ്ടും പുനരധിവാസ മേഖലയിലേക്കും കാർഷിക ഫാമിലേക്കും തിരിച്ചു വരികയാണ്. വനാതിർത്തിയിൽ ആനമതിലിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊന്നും ഫാം നേരിടുന്ന കാട്ടാൻ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുക പ്രയാസമാണെന്ന് തന്നെയാണ് കരുതുന്നത്.